വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഇത്തരം 4-5 ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും വ്യത്യസ്തമായ സഹാബാക്കളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന. എന്നാൽ വളരെ ആഴത്തിൽ ഇതുമായി നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഈ ഹദീസുകളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ദുർബലതകളുണ്ട്. വലിയ ദുർബലതകളൊന്നുമല്ല, ചെറിയ ചെറിയ ദുർബലതകൾ ഈ ഹദീസുകളിലൊക്കെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ പെരുന്നാളും ജുമുഅയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാറ്റിലും ഇത്തരം ദുർബലതകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വെള്ളിയാഴ്ച ജുമുഅ നടക്കണം, പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമുഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല, ഖതീബിനെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല, പങ്കെടുക്കുന്ന നിർബന്ധമില്ല. 2 ഈദ് ഒന്നിച്ച് വന്നാൽ വെള്ളിയാഴ്ച പള്ളി കമ്മിറ്റി മാത്രം മതി, മൈക്ക് സെറ്റ് ഓണാക്കാൻ ഒരാൾ മതി, അത്രേ. ഇമാമും വേണ്ട, ഒന്നും വേണ്ട. 100 സ്കരിക്കാൻ പറ്റുന്ന ആൾക്കാർ 100 സ്കരിച്ച് പോയിക്കോട്ടെ. എവിടുന്നാണ് നിനക്ക് ദീൻ പഠിച്ച്? ഫഖീഹായ കർമ്മശാസ്ത്ര മസലകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ അതെന്തിനാ വീഡിയോ എടുക്കേണ്ട ആവശ്യം? പള്ളിനുള്ളിൽ നിന്ന് വയസ്സേറ്റിനെ പറഞ്ഞു കൊടുത്താൽ പോലെ. ഇപ്പൊ എന്തുണ്ടായി? അത് ക്ലിപ്പിട്ട് മറ്റുള്ളവർ പറയാണ്, കണ്ടില്ലേ പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്താൽ പിന്നെ അവന് വെള്ളിയാഴ്ച ജുമഅക്ക് വരണ്ടാന്നാണ് മുജാഹിദുകൾ പറയുന്നത്. മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള കള്ളനാണയങ്ങൾ പറയും. ഓർക്ക് അള്ളാന്റെ ഖുർആൻ വരെ തുറക്കാനും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അവർ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമുഅ നിർബന്ധമില്ല, ളുഹ്ർ നിസ്കരിച്ചാൽ മതി. എങ്ങനെ സഹോദരങ്ങളെ നിർബന്ധമാണ് ജുമുഅ? ഒരു നിർബന്ധം ഒരു കേവലം രാവിലത്തെ സുന്നത്ത് നിസ്കാരം കൊണ്ട് വീടുവോ? നിങ്ങൾ പറഞ്ഞേരി, എങ്ങനെ മറികടക്കല്? എന്ത് മസലാണ് അയാൾ പറയണത്? അവർ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമുഅ നിർബന്ധമില്ല, ളുഹ്ർ നിസ്കരിച്ചാൽ മതി. ഹദീസിന്റെ റിപ്പോർട്ട് പദങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹദീസ് മറ്റ് ഹദീസുകൾ വായിക്കുകയും ഇതിന്റെ തന്നെ ശറഹ് വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അന്ന് മദീനയിൽ ഒറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന്, ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന്, വാദികളിൽ നിന്നൊക്കെ സ്വഹാബികൾ കഷ്ടപ്പെട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലെത്തുമായിരുന്നു. അവർ ഇനി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ആ പൊരി വെയിലത്തൂടെ ആ മരുഭൂമി ഇങ്ങോട്ട് തന്നെ താണ്ടേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ കോട്ടപ്പടി പള്ളിന്റെ അപ്പുറത്ത് താമസിക്കുന്ന സീതലവിക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അവർ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമുഅ നിർബന്ധമില്ല, ളുഹ്ർ നിസ്കരിച്ചാൽ മതി. നമ്മൾ 2 ജുമുഅക്കും വരണം. പെരുന്നാളാകുന്ന ഈദിനും വരണം, ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ചയും വരണം. കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സാഹചര്യം ഉണ്ട്. അത് ആ കാലഘട്ടത്തിലാണ്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ എന്തിനെങ്ങനെ വെറൈറ്റി ഇസ്ലാമിന് ഉണ്ടാക്കുന്നത്? ചിത്രം ഉണ്ടാക്കണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ മൂക്കാരിട്ട് വലിച്ച പള്ളിക്ക് വരാത്ത കാല.